ഒന്നും എനിക്കറിയാൻ മേല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ് നിങ്ങളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നതെന്നും ഓരോ ഭദ്രാസനത്തിലും എങ്ങനെയൊക്കെയാണ് നടന്നതെന്നും എനിക്ക് അറിയാം. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവർ ദിവ്യന്മാരാണെന്നും തിരഞ്ഞെടുക്കപ്പെടാതെ തോറ്റവരെല്ലാം പാമരന്മാരാണെന്നും ഒരു ചിന്ത മനസ്സിലുണ്ടാവരുത്. കാരണം ഈ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതായ സമയത്ത് എന്തെല്ലാം പ്രലോഭനങ്ങളും എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്കും അറിവ് കിട്ടിയിട്ടുള്ളതാണ്. അത് പ്രേക്ഷകർക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ നടന്ന കാര്യമാണ്. ഈ എഴുന്നേറ്റ് നിൽക്കുന്ന വൈദികൻ ആരാണെന്നറിയാമോ? തിരുവനന്തപുരത്ത് നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗം. അദ്ദേഹത്തെ ശകാരിക്കുന്നത് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി. കാതോലിക്ക ബാവ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. തിരുവനന്തപുരത്തെ ചില മഹാന്മാർ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ജയിച്ചു വന്നതിനെ കുറിച്ച് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. കള്ളും കവറും ഇല്ലായിരുന്നുവെങ്കിൽ ഇവരാരും മാനേജിംഗ് കമ്മിറ്റി കാണില്ലായിരുന്നു. കേസ് കണക്കിനാ മദ്യം ഒഴുക്കിയത്. 2-3 ബോട്ടിൽ വരെ ഒരാൾക്ക് തന്നെ കൊടുത്തത് അങ്ങാടിയിൽ പാട്ടായിരുന്നു അന്ന്. ഇങ്ങനെ ലക്ഷങ്ങൾ ചെലവഴിച്ച് എന്തിനാ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് പോകുന്നത്? അപ്പോൾ അതിനൊരു അജണ്ട കാണും, ഉറപ്പല്ലേ? വ്യക്തി താല്പര്യങ്ങളാണ് അതിൽ പ്രധാനം. ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയ്ക്ക് സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളിൽ ജോലി തരപ്പെടുത്തിയിരുന്നു. അതിന് കൊടുക്കാനുള്ള കാശ് വർഷങ്ങളായിട്ടും കൊടുക്കത്തിട്ടില്ല. കഴിഞ്ഞ മാസം വരെ കോർപ്പറേറ്റ് സ്കൂളുകളുടെ മാനേജർ ഗബ്രിയേൽ തിരുമേനിയായിരുന്നു. തിരുമേനി പല പ്രാവശ്യം ആ മാനേജിംഗ് കമ്മിറ്റി അംഗത്തോട് ഈ കിട്ടാനുള്ള പണം മാനേജർ എന്ന നിലയിൽ ചോദിച്ചു. അതാണ് മാനേജിംഗ് കമ്മിറ്റി അംഗം ഉറക്കത്തിൽ പോലും തിരുമേനിയുടെ പേര് കേൾക്കുമ്പോൾ ഞെട്ടി ഉണർന്ന് തെറി വിളിക്കുന്നത്. അപ്പോൾ മാനേജിംഗ് കമ്മിറ്റിയിൽ അംഗമായത് സ്വന്തം ഭാര്യയുടെ കാശ് കൊടുക്കാതിരിക്കാനാണ് എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ? ഈ സത്യങ്ങൾ പറയുമ്പോൾ പറയുന്നവനെ പൊങ്കാലയിട്ടിട്ട് കാര്യമില്ല. ഇന്നലെ ഈ സൂചന നൽകിയപ്പോൾ ഇവരുടെ യഥാർത്ഥ സംസ്കാരം ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ കണ്ടു. അത് വായിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോകും. അത്രയ്ക്ക് ചന്ത സംസ്കാരമാണ് ഗ്രൂപ്പുകളിൽ കണ്ടത്. ഇവരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളാണ്. സഹകരണ ബാങ്കിൽ നിന്ന് കോടികൾ തിരിമറി നടത്തിയതിന് ഹൈക്കോടതിയിൽ വരെ കേസ് നേരിടുന്ന വ്യക്തിയും മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ നിലവാരം? ബാക്കി നാളെ.